Hey guys, എല്ലാവർക്കും നമസ്കാരം. ദ റിയൽ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോർജ് ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു റിവ്യൂ ആണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ ഫിറ്റ്നസ്, ഫാഷൻ, ബ്ലോഗിങ്, റിവ്യൂ ഈ വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫിറ്റ്നസ് ബേസ്ഡ് വീഡിയോസാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫിറ്റ്നസ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫിറ്റ്നസിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഈ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ആ വീഡിയോസ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ആൻഡ് എന്താണ് റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ OnePlus എന്ന ബ്രാൻഡിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ OnePlus NORD എന്ന മൊബൈൽ ഫോണാണ്. OnePlus എന്ന ബ്രാൻഡിനെ എടുത്ത് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് OnePlus എന്നത്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് OnePlus എന്ന ബ്രാൻഡിനെ ആരും തന്നെ അങ്ങനെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡും എല്ലാവരും ഹാപ്പിയാന്ന് തോന്നുന്നു ആ ബ്രാൻഡ് വെച്ച്. സോ ആദ്യം ആരും കുറ്റം പറഞ്ഞ് കേൾക്കാത്തൊരു ബ്രാൻഡും കൂടിയാണ് OnePlusൻ്റെ. സോ ഈ OnePlusൻ്റെ ലേറ്റസ്റ്റ് മോഡൽ OnePlus NORD എന്ന ഈ മൊബൈൽ ഫോൺ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ബിൽഡ് ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി എല്ലാം ഈ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ നമുക്ക് അധികം സമയം വൈകിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ലേറ്റസ്റ്റ് മൊബൈൽ OnePlus NORD ആൻഡ് ഇതാണ് ഇതിൻ്റെ ബോക്സ്. ആൻഡ് ഈ ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ നോർഡ് എന്നൊക്കെ എഴുതിയ ഒരു ബ്രോഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മൊബൈൽ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഫോൺ കേസ് ഉണ്ട്, അതായത് ഫോണിൻ്റെ ബാക്ക് കവർ. ഫോൺ നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, ഇത് തുറക്കുമ്പോഴൊരു സുഖം, പ്രത്യേക സന്തോഷമാണ് തുറക്കുമ്പോൾ. കൊള്ളാം, എല്ലാ ആംഗിളും നോക്കുമ്പോൾ കൊള്ളാം. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ഈ കളർ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കാച്ചി കളറാണ്, വൈബ്രൻറ്റ് കളർ, എന്താ പറയുക. ആൻഡ് ഈ കളറിൻ്റെ പേരെന്ന് പറയുന്നത് ബ്ലൂ മാർബിൾ എന്നാണ് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലത്തെ കളറിൻ്റെ പേര്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ആൻഡ് നമ്മുടെ അടുത്തുള്ള ഈ മൊബൈൽ 8GB റാമും 128GB ഇൻറ്റർണൽ സ്പേസുമാണ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ മെമ്മറി കാർഡ് ഇല്ല. നിങ്ങൾ കൂടുതൽ സ്പേസ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ അത്രയും സ്റ്റോറേജുള്ള മൊബൈൽ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതേ ഉള്ളൊരു വഴി. സോ ഇപ്പോൾ ഇത് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ഇൻബിൽഡ് ആപ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെയാണ് ഇതിലത്തെ ഉണ്ടായിരുന്ന ആപ്സ്. ആൻഡ് വാട്സാപ്പ് ഒന്നും ഉണ്ടായില്ല. വാട്സാപ്പ് ഞാൻ എക്സ്റ്റേണലി ഇൻസ്റ്റാൾ ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ക്യാമറയിൽ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോട്ടോ, വീഡിയോ, സ്ലോ മോഷൻ, പോർട്രേറ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ക്യാമറ അത്യാവശ്യം കൊള്ളാം. ക്യാമറയിൽ ഞാൻ കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ട്, ഞാൻ തീർച്ചയായിട്ടും ഇതിൽ കാട്ടുന്നതാണ്. ആൻഡ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നല്ലതാണ്. ഞാൻ വീഡിയോയുടെയും ക്വാളിറ്റി കാട്ടിത്തരാം. ആൻഡ് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയാനാണെങ്കിലും C-Type ചാർജർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചാർജ് പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4000 mAh ആണ്. ആൻഡ് വിച്ച് ഈസ് എ നോൺ റിമൂവബിൾ ബാറ്ററി. പെട്ടെന്ന് ഇത് ചാർജ് ആവും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ മൊബൈൽ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്പേസുമാണ് ഉള്ളത്. ആൻഡ് ടോട്ടൽ എത്രയാണ് ഇതിൻ്റെ റാം ഉള്ളതെന്ന് വെച്ചാൽ 6GB ഉണ്ട്, 8GB ഉണ്ട്, 12GB ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GB to 256GB ആണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ ക്യാമറയുടെ സെൻസർ സോണിയുടെയാണ്. സോണി IMX586ൻ്റെ സെൻസറാണ് ഇതിലുള്ളത്. ആൻഡ് ഇതിൻ്റെ മെഗാ പിക്സൽ MP48 ആണ്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നുണ്ട് റിയർലി. അതിൽ മെഗാ പിക്സൽ 8 ആണ് കിട്ടുന്നത്, 8 മെഗാ പിക്സലിൻ്റെ ആണ് ഉള്ളത്. സോ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ റിയർ ക്യാമറ എടുക്കാം. അതിൽ മെയിൻ ക്യാമറ തന്നെയുണ്ട്, അൾട്രാ വൈഡ് തന്നെയുണ്ട്, ഡെപ്ത് ലെൻസ് തന്നെയുണ്ട്, മാക്രോ ലെൻസ് തന്നെയുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഫ്ലാഷ് ഉണ്ട്. വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 1080p തൊട്ട് 4K 30 FPS വീഡിയോ എഡിറ്റർ, അതായത് ഏകദേശം സിനിമാറ്റിക് രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇനി ഫ്രണ്ട് ക്യാമറയുടെ പറയുകയാണെങ്കിൽ സെൻസറും സോണിയുടെ തന്നെയാണ്. സോണി IMX616 ആണ് ഇതിൻ്റെ സെൻസർ. മെഗാ പിക്സൽ 32 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 4K വീഡിയോ വരെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫേസ് അൺലോക്ക് ഉണ്ട്, HDR ഉണ്ട്, സ്ക്രീൻ ഫ്ലാഷ് ഉണ്ട്, ഫേസ് റീടച്ചിനുണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്, അൾട്രാ വൈഡ് സെൽഫി ഉണ്ട്.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതിൽ ജാക്കില്ല. സോ നിങ്ങൾക്ക് ഇയർഫോൺ പ്ലഗ് ചെയ്തൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ആൻഡ് സിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡബിൾ സിം നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണുള്ളത്. അതുപോലെ തന്നെ ഓഡിയോയുടെ, അതായത് സൗണ്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. ഇറ്റ് ഈസ് ഹൗ ടു ഗെയിൻ വെയിറ്റ്. ഏറ്റവും ഓഫ് രണ്ടാമത്തെ ബോഡി ടൈപ്പാണ്. പക്ഷേ അതുപോലെ അപ്പോൾ ഈ ബോക്സ് അടങ്ങിയിട്ടുള്ളത് OnePlus NORD മൊബൈൽ ഫോൺ സ്ക്രീൻ പ്രൊട്ടക്ടർ വിച്ച് ഈസ് പ്രീ അപ്ലൈഡ്. 30 വാറ്റിൻ്റെ ചാർജർ അഡാപ്റ്റർ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ചെയ്യാനുള്ള C ടൈപ്പ് കേബിൾ ഇട്ടുണ്ട്. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, വെൽക്കം ലെറ്റർ ഉണ്ട്, സേഫ്റ്റി ഇൻഫോർമേഷൻ ആൻഡ് വാറൻറ്റി കാർഡ് ഉണ്ട്, ഒരു ബ്രാൻഡ് സ്റ്റിക്കർ ഉണ്ട്, ഫോൺ കേസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ഉണ്ട്. ആൻഡ് OnePlus NORDിൻ്റെ വീഡിയോ ക്വാളിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതേ കാണുന്നതാണ് OnePlus NORDിൻ്റെ വീഡിയോ ക്വാളിറ്റി. കാരണം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് OnePlus NORDിലാണ്. ആൻഡ് ഈ വീഡിയോ 4Kയിലാണ് എടുക്കുന്നത്. സോ 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വീഡിയോ അത്ര പോരാ എന്ന് തോന്നുകയാണെങ്കിൽ, അറിയില്ല, അഥവാ തോന്നുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും കാണുന്നത്, എനിക്കും അറിയില്ല. അഥവാ തോന്നുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സന്ധ്യാവറയി ലൈറ്റ് ഇട്ടേക്കനെയാണ്. അപ്പോൾ ഡേ ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അത് ഏത് മൊബൈലായാലും അങ്ങനെയാണ്. സോ അതും കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. സോ OnePlus NORDിനെ പറ്റിയുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ബിൽഡ് ക്വാളിറ്റി ആയാലും പെർഫോമൻസ് ആയാലും എല്ലാം ടോപ്പ് ടു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് എടുക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കുക. വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ടോ അതൊക്കെ നോക്കുക. ആൻഡ് പെർഫോമൻസ് വൈസ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, OnePlus ആരും അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളതും ഒരു ട്രസ്റ്റുള്ളൊരു ബ്രാൻഡാണ് OnePlus എന്നുള്ളത്. സോ OnePlusനെ പറ്റി എനിക്ക് അങ്ങനെ ആരും മോശം അഭിപ്രായമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അത്യാവശ്യം നല്ലൊരു മൊബൈലാണ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റീസെയിൽ വാല്യൂ ആണ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ കിട്ടുന്ന ഒരു മൊബൈലാണ്. OnePlus മൊബൈൽ മേടിച്ച ആരെങ്കിലും റീസെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം അത്യാവശ്യം മോശമില്ലാത്തൊരു തുക കിട്ടും ഇത് വിറ്റാലും. സോ OnePlus NORD മൊബൈലിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് മൊബൈൽ നമ്പർ പബ്ലിക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹെൽത്ത് ബേസ്ഡ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പലർക്കും ആ ഒരു കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറയണത്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.